ഇത്തരത്തിലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ഒന്നും ചെയ്യാതെ സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്ത് 30 സെക്കൻഡോടെ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ച എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു പോസ്റ്റേഴ്സ് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മലയാളത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള പോസ്റ്റേഴ്സ് വെറും വിത്തിൻ മിനിറ്റ്സ് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ചെറിയ രീതിയിലുള്ള ബിസിനസ് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് പെട്ടെന്ന് പോസ്റ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി അവലംബിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഏത് പോസ്റ്ററാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ പിക്കോ അല്ലെങ്കിൽ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ ക്യാൻവയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്നായിട്ട് പോസ്റ്റേഴ്സ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്യാം. എന്നിട്ട് അവരുടെ നല്ല പോസ്റ്റേഴ്സുകൾ കണ്ടെത്തുക. അപ്പോൾ ഞാനിത് ഫ്രീ പിക്ക് എന്നുള്ള നമുക്ക് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റുന്നതാണ് ഫ്രീ പിക്ക്. അപ്പോൾ ഫ്രീ പിക്കിലുള്ള ഷൂവിൻ്റെ നല്ലൊരു പരസ്യം ഞാൻ കണ്ടു. അപ്പോൾ എനിക്കിനി ഇതേപോലത്തെ ഈ ഒരു പോസ്റ്റർ നിർമ്മിക്കണം, പക്ഷേ എനിക്ക് ഡിസൈൻ അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അല്ലാത്ത ആളുകൾ ഇനി ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത ആ പിക്ചറിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് ആക്കണം. അതായത് ഈ ഒരു പിക്ചറിനെ വാക്കുകൾ കൊണ്ട് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മൾ നെക്സ്റ്റ് ആക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു AI ടൂൾ ഉപയോഗിക്കണം. അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ജെമിനായി. നമുക്ക് ആപ്പായിട്ടും അല്ലെങ്കിൽ വെബ്സൈറ്റിലായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ക്യാപ്ചർ ചെയ്തു ശേഷം ഞാനിവിടെ ജെമിനായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഇമേജ് ഞാൻ വലിച്ചിട്ടു, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്നുള്ള ആഡ് ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു പ്രോംപ്റ്റ്, സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. നിങ്ങൾക്കറിയുന്ന പ്രോംപ്റ്റ് തന്നെയാണ്. ഗിവ് മീ എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടു മേക്ക് എ പോസ്റ്റർ ലൈക്ക് ദിസ്, മേക്ക് എ റിച്ച് ഡിസ്ക്രിപ്ഷൻ. റിച്ച് ഡിസ്ക്രിപ്ഷൻ ഉള്ള ഉദ്ദേശിക്കേണ്ടത് അതായത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ മോഡ് ഫാസ്റ്റ് എന്നുള്ള മോഡാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ആവശ്യത്തിന് ഫാസ്റ്റ് മോഡാണ് എപ്പോഴും നല്ലത്. ശേഷം ഞാൻ എൻ്റർ കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നോക്കി നോക്കാം. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഇവർ ഇതന്നെ ഇമേജായിട്ട് വീണ്ടും ജനറേറ്റ് ചെയ്ത് തരാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കേണ്ടി വരും. വി ഗോട്ട് ദ സെയിം ഇമേജ്. അപ്പോൾ നമുക്ക് അതല്ല വേണ്ട. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഗീവ് മീ ദ പ്രോംപ്റ്റ്. എനിക്ക് പ്രോംപ്റ്റ് മാത്രം മതി. ഐ ഡോണ്ട് നീഡ് പിക്ചർ വേണ്ട, പ്രോംപ്റ്റ് മാത്രം മതി എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൂടി നമ്മൾ കൊടുത്തു. എപ്പോഴും നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ചിലപ്പോൾ നമ്മൾ ഒറ്റ പ്രോംപ്റ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ അതേ കണ്ടൻറ്റിലുള്ള ഒരു ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഓരോ പോസ്റ്ററും നമ്മുടെ ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്യാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വീണ്ടും അടുത്ത ജെമിനായി ഓപ്പൺ ചെയ്യുക. ഇവിടെ ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു ശേഷം നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിൽ എവിടെയൊക്കെ മാറ്റണം അത് നിങ്ങൾ ഈ ടെക്സ്റ്റ് രൂപത്തിൽ മാറ്റണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഷൂസ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് തൽക്കാലം മലയാളത്തിൽ കൊടുക്കണം. എനിക്ക് ഷൂസ് എന്ന് മലയാളത്തിൽ വേണം. അപ്പോൾ ഷൂസ് എന്ന് ഞാൻ ജസ്റ്റ് മലയാളത്തിൽ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനത് ഇവിടെ നമുക്ക് ഷൂസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ടെക്സ്റ്റ് മാറ്റി. അപ്പോൾ നമ്മൾ എന്താ ആവശ്യത്തിനാണോ ആ ആവശ്യങ്ങൾ, നമ്മുടെ കടയുടെ പേര്, നമ്മുടെ ഷോപ്പിൻ്റെ നെയിം, നമ്മുടെ ഷോപ്പിൻ്റെ ടാഗ് ലൈന്, ഇൻ കേസ് നിങ്ങൾക്ക് ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോയും ഇവിടെ ആഡ് ഫയൽ കൊടുത്തിട്ട് ആ ലോഗോ കൂടി മാറ്റാം. ഇനി ഇതിൽ 50% ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് ഇവിടെ ന്യൂ കളക്ഷൻ എന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മളത് മലയാളത്തിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ വരുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പുതിയ കളക്ഷൻ ഓക്കെ, പുതിയ കളക്ഷൻ. അപ്പോൾ ഇനി അതുകൂടി നമുക്കിവിടെ മാറ്റണം.
അപ്പോൾ നമ്മൾ ആദ്യം ന്യൂ കളക്ഷൻ എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അവിടെ നമ്മൾ പുതിയ കളക്ഷൻ എന്ന് കൊടുത്തു. ശേഷം നമുക്കിവിടെ ഓഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓഫേഴ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പോൾ 30% ഡിസ്കൗണ്ട്, നമ്മൾ വെറുതെ ഒരു 90% ഡിസ്കൗണ്ട് ഒന്ന് കൊടുക്കണം. 90% ഡിസ്കൗണ്ട്. അങ്ങനെ അതായത് നമ്മൾക്കിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പോസ്റ്ററിൻ്റെ വാക്ക് കൊണ്ടുള്ള എക്സ്പ്ലനേഷനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വേണ്ട നമ്പർ മാറ്റണമെങ്കിൽ ഇതിൻ്റെ നമ്പറുള്ള എടുത്ത് പോയിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുക, ഡിസ്കൗണ്ടിലോട്ട് നമ്മുടെ ഡിസ്കൗണ്ട് കൊടുക്കുക. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ AI ടൂൾ വെച്ചിട്ട് നമ്മൾ പോസ്റ്റർ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. ഇനി ഈ ഓപ്ഷൻ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ ഇവിടെ ടൂൾസിൽ വരിക, അവിടെ ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും നല്ലത് ഇവിടെ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോയിലേക്ക് മോഡ് മാറ്റുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് മലയാളത്തിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അതിൻ്റെ പ്രശ്നം ചിലപ്പോൾ ഫാസ്റ്റിൽ നമുക്ക് മലയാളത്തിലുള്ള ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല, എന്നാലും ചിലപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കിട്ടാറുണ്ട്. എന്നാൽ ചില കേസിൽ കിട്ടുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ മോഡ് പ്രോക്ക് മാറ്റി അതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ക്രിയേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഗോട്ട് ആൻ ഇമേജ്. സി, അപ്പോൾ ഇവിടെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. ഷൂസ് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ കൊടുത്തത് വന്നിട്ടില്ല. ഇതിൽ ഷൂസ് എന്നുള്ളത് അതിൽ മിസ്റ്റേക്ക് പറ്റിയത് നമ്മുടെ ഭാഗത്താണ്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂസ് എന്നുള്ളതുണ്ട്. അപ്പോൾ ജെമിനി നമ്മൾ റീപ്ലേസ് ചെയ്തത് ആ ഷൂസാണ്. നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ ഷൂസ് എന്ന് വന്നത് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്കിതിൽ ഇങ്ങനെ ഓരോന്നും ചേഞ്ചസ് പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ 90% ഡിസ്കൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒന്ന് നമുക്കിതിൽ എന്ത് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിലും നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റായിട്ട് കൊടുത്താൽ മതി. ഇന്ന ചേഞ്ച് മാറ്റം വരുത്തണം എന്ന് നമ്മൾ നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ ആ ഇമേജിൽ ഈ ജെമിനി മാറ്റങ്ങൾ വരുത്തും. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസുകൾ മാറ്റേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് സൈസ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വാട്സപ്പിൽ സ്റ്റോറി ഇടാനാണെങ്കിൽ നിങ്ങൾക്കൊരു 1080 പിക്സൽ ടു 1950 പിക്സൽ ആ ഒരു ഡയമെൻഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് തമ്പനയിലാണെങ്കിൽ ആ ഒരു ഡയമെൻഷൻ മാറ്റണം. അപ്പോൾ എന്തിനാണോ നിങ്ങൾ ഇമേജുകൾ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് നിർമ്മിക്കണേ ആ സൈസ് കൂടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ സൈസിൽ നിർമ്മിച്ചു തരും. ഇനി നമ്മൾ രണ്ടാമതൊരു പോസ്റ്റ് കൂടി നിർമ്മിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിത് വേറൊരു ടീമിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് എനിക്കൊരു പോസ്റ്റർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു പോസ്റ്ററാണ് എനിക്ക് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ട ഡിസ്ക്രിപ്ഷനാണ് നിർമ്മിക്കേണ്ടത്. ഈ ഒരു പോസ്റ്റർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ ഇമേജ് അറ്റാച്ച് ചെയ്തു. അപ്ലോഡ് ഫയലിൽ പോയിട്ട് ഞാൻ ഓൾറെഡി ആ ഇമേജ് ഇവിടെ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഇതാണ്. ഓക്കെ, ഗീവ് മീ എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. പ്രോംപ്റ്റ് എന്നല്ല പറയേണ്ടത്, ഗീവ് മീ എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ് പോസ്റ്റർ എന്നാണ് പറഞ്ഞത്. ശേഷം ഞാനിവിടെ എൻ്റർ അടിച്ചു. നമുക്ക് റിസൾട്ട് വരുന്നത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനി ഓപ്പൺ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്തു. പിന്നെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ സ്റ്റാർട്ടിങ് എന്നുള്ള അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ആണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളിന് മാത്രമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ് എന്നുള്ളിടത്ത് ടെക്സ്റ്റ് ടൈപ്പോഗ്രഫി സ്റ്റാർട്ടിങ് സ്ട്രോങ് എന്നുള്ളത് എൻഡിങ് സ്ട്രോങ് എന്നാണ് കൊടുക്കുന്നത്. എൻഡിങ് സ്ട്രോങ് എന്നുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ കൊടുക്കാം. മലയാളത്തിൽ നമുക്ക് ലാസ്റ്റ് എന്നുള്ളൊരു ടെക്സ്റ്റ് ആക്കാം. ജസ്റ്റ് മലയാളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് സ്ട്രോങ് എന്നുള്ള ടെക്സ്റ്റാണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ എന്ത് മാറ്റവും ടെക്സ്റ്റ് രൂപത്തിൽ മാറ്റാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കി വെക്കാം. അപ്പം നമ്മൾ ചോദിച്ച അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എക്സാക്റ്റ് ആ പോസ്റ്ററിൻ്റെ അതേ രീതിയിലുള്ള ഡിസൈൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളവും തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളം കൊടുക്കുമ്പോൾ ഇവിടെ മാക്സിമം പ്രോ മോഡിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മലയാളം കിട്ടുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് നമ്മളത് ചെയ്ത് നോക്കുന്നത്. എന്തെങ്കിലും ചെറിയ ചേഞ്ചുകൾ വരുത്താൻ പറ്റുമോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കി വെക്കാം. അപ്പോൾ നമ്മളിവിടെ സൈസാണ് മാറ്റേണ്ടത്. ചേഞ്ച് ദ സൈസ് ഇൻ ടു 1080 പിക്സൽ. ഓക്കെ, 1080 പിക്സൽ ടു
1950. അതായത് നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലേക്ക് മാറ്റി തരാൻ വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷന്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സീ ദ റിസൾട്ട്, വി ഗോട്ട് ദ റിസൾട്ട്, ദിസ് ഈസ് ഇൻക്രെഡിബിളി അമേസിങ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസഡ് ആയി. അതായത് നമുക്ക് ആ ഒരു പോസ്റ്ററിനെ നമുക്ക് ഈസി ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ട്. നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത. ഒന്ന് മലയാളം കിട്ടുന്നുണ്ട്, പിന്നെ നമുക്കതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്, സൈസ് മാറ്റാൻ പറ്റുന്നുണ്ട്, അതിൽ ഉള്ള ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഈ ലേഡിനെ മാറ്റിയിട്ട് മെന്നാക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും താഴെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. കാരണം അതാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതേപോലെ ചെയ്യാനുള്ള ഒരു എനർജി നൽകുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.